മിറാഷ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പേര് കൊടുത്തപ്പോഴത്തേക്ക് എന്തായിരിക്കും മിറാഷ് എന്ന സിനിമയ്ക്ക് പേര് കൊടുത്തതെന്ന് ആസിഫിക്ക് ആലോചിച്ചായിരുന്നു? എനിക്ക് ആ സ്ക്രിപ്റ്റ് ഫുൾ കേട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പേരിന്റെ അർത്ഥം മനസ്സിലാക്കിയത്. അപ്പൊ ആ സ്ക്രീൻ പ്ലേയില് ഇല്ല നമ്മള് പേര് മാത്രം അനൗൺസ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം വായിക്കുമ്പോൾ പേരിട്ടിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ പേര് കേട്ട് ഇതിന്റെ അർത്ഥം ഇതാണെന്ന് മനസ്സിലായപ്പോ കറക്റ്റ് ആണ്. നമ്മൾ പല കൺക്ലൂഷനിലെത്തും ഈ സ്ക്രീൻ പ്ലേയിൽ പോകുന്ന വഴി. അപ്പൊ അതാണ് ഇതിന്റെ ക്ലാരിറ്റി എന്ന്, അതിനൊരു ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ അടുത്തതിലേക്ക് പോകും. അവിടെ ഉണ്ടെന്ന് വിചാരിക്കും, അവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ഇതിന്റെ സ്ക്രീൻ പ്ലേയിൽ ഒരു റൂട്ട് ഭയങ്കര രസമാണ്. ഇപ്പൊ ഈ പേര് ഭയങ്കര ആപ്റ്റായിട്ട് തന്നെ തോന്നിയത്. ഈ മിറാഷ് എന്ന് പേരിട്ടിട്ട് എല്ലാം ഇംഗ്ലീഷിൽ മാത്രം എഴുതി വെക്കുമ്പോൾ നമ്മൾ വളരെ സാധാരണക്കാരായ മലയാളികൾ ചിലപ്പോൾ മിറാജ് എന്ന് വായിക്കാൻ സാധ്യതയുണ്ട്. വേറെ എന്തെങ്കിലുമൊക്കെ പേരുകളൊക്കെ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ വായിക്കാനുള്ള സാധ്യതകളില്ലേ? അപ്പൊ അത് എങ്ങനെ നമ്മൾ ഇതിനെ തരണം ചെയ്യുമെന്ന് സംവിധായകൻ എപ്പോഴെങ്കിലും ആലോചിച്ചായിരുന്നു? അത് എങ്ങനെ വായിച്ചാൽ ആ മുകളിൽ രണ്ട് മുഖം കണ്ടുകൊണ്ട് തിയേറ്റർ കാണാൻ പറ്റും. അത്രേ ഉള്ളൂ, നമുക്ക് അത്രേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കും. അതുമല്ല, ഇപ്പം ചില പേരുകൾ കാണുമ്പോൾ ഇതെന്താ ഈ പേര്, ഇതെങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് സംസാരിക്കട്ടെ, നല്ലതല്ലേ? ഇപ്പൊ ഞാൻ മറ്റേ റോഷാക്ക് എന്ന് പറഞ്ഞ സിനിമയുടെ പേര് അനൗൺസ് ചെയ്തപ്പോ എന്നായിരുന്നു, എന്താണ് റോഷാക്ക്, ആൾക്കാർ അതിനെ കുറിച്ച് സംസാരിക്കാൻ അത് വായിക്കാൻ പറ്റണ്ടായില്ലേ? സത്യം കേട്ടോ, ഞാനും. പക്ഷെ നമ്മളപ്പോ ഒന്നുകൂടി ഇരുത്തി നോക്കും, ഇതെന്താ എഴുതി വെച്ചേക്കുന്നത്. അപ്പൊ അത് വീണ്ടും ഒരു അറ്റൻഷൻ അതിനകത്തേക്ക് വരുന്നു. അടുത്ത ചോദ്യം കിട്ടി. കോമഡിക്ക് ചിരിച്ചു തീർന്നിട്ടില്ല.